സംരക്ഷിക്കേണ്ടതാണ് എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്. ആരോടാണ് നെഹ്റു ഇത് പറഞ്ഞത്? സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് 1961 ജൂൺ മാസം 27 അയച്ച കത്തിലാണ് ഇത് പറഞ്ഞത്. ജവഹർലാൽ നെഹ്റു ഇങ്ങനെ കത്തെഴുതിയത് എന്തുകൊണ്ടാണ്? ഓരോ മാസം പകുതിയാകുമ്പോഴും അവസാനിക്കുമ്പോഴും രാജ്യത്തെ സ്ഥിതി പറഞ്ഞ് നെഹ്റു മുഖ്യമന്ത്രിമാർക്ക് കത്തയക്കുമായിരുന്നു. അങ്ങനെ അയച്ച 400ഓളം കത്തുകളിൽ ഒന്നിലാണ് പരാമർശം. ഏത് സാഹചര്യത്തിലാണ് ജവഹർലാൽ നെഹ്റു ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ മുഴുവൻ സീറ്റുകളും സമുദായങ്ങൾക്കിടയിൽ ജനസംഖ്യാനുപാതികമായി വീതം വയ്ക്കാനുള്ള ബില്ല് തമിഴ്നാട് വീണ്ടും കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ് ഇന്നത്തെ സാഹചര്യങ്ങളിൽ നെഹ്റുവിനെ വിചാരണ ചെയ്യുമ്പോൾ. ആദ്യം മദ്രാസിന്റെ ആ ബില്ലിനെ കുറിച്ച് തന്നെ പറയാം. ഇന്നത്തെ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് ഈ ജില്ലകളെല്ലാം ഭാഗമായിരുന്ന മദ്രാസിൽ 1927 കമ്മ്യൂണൽ GO എന്ന പേരിൽ വിവാദമായ ഒരു ഉത്തരവ് വരുന്നത്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ഓരോ 14 സീറ്റും എങ്ങനെ വീതം വയ്ക്കണം എന്നായിരുന്നു ആ ഉത്തരവിൽ. 6 സീറ്റുകൾ ഹിന്ദുക്കളിലെ ബ്രാഹ്മണരല്ലാത്തവർക്ക്, 2 പിന്നാക്ക ഹിന്ദുക്കൾക്ക്, 2 ഹരിജനങ്ങൾക്ക്, 2 ബ്രാഹ്മണർക്ക്, 1 ആംഗ്ലോ ഇന്ത്യൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന്, 1 മുസ്ലിം വിഭാഗത്തിന്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ബ്രാഹ്മണർക്ക് മാത്രം പ്രവേശനം കിട്ടുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഈ ബില്ലെന്നായിരുന്നു മദ്രാസിന്റെ വാദം. ബില്ല് ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായ തുല്യാവകാശത്തെ ഹനിക്കുന്നതാണ് എന്ന് മദ്രാസ് ഹൈക്കോടതി വിധിച്ചു. ഇത് സുപ്രീം കോടതിയും ശരിവെച്ചു. മതവും ജാതിയും പ്രവേശനത്തിനുള്ള മാനദണ്ഡമാക്കിയാൽ ഇന്ത്യയിലെ പ്രതിഭകൾ പലായനം ചെയ്യേണ്ടി വരുമെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. എല്ലാ ജാതികൾക്കും സംവരണം നൽകാൻ ഭരണഘടന അനുവാദം നൽകുന്നില്ലെന്നും പിന്നാക്കം നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരാനാണ് സംവരണമെന്നും സുപ്രീം കോടതി വിധിച്ചു. സംവരണം സംബന്ധിച്ച് രാജ്യത്തെ തന്നെ ആദ്യത്തെ ഒരു സുപ്രധാനമായ വിധിയായിരുന്നു അത്. അങ്ങനെയെങ്കിൽ 10 വർഷത്തിനു ശേഷം 1961 നെഹ്റു പറഞ്ഞത് എന്താണ്? ജാതി സംവരണത്തിന് ഭരണഘടനയാണ് തടസ്സമെങ്കിൽ അത് ഭേദഗതി ചെയ്യണം എന്ന ആവശ്യമാണ് തമിഴ്നാട് സുപ്രീം കോടതി വിധിക്കു ശേഷം ഉന്നയിച്ചത്. തമിഴ്നാട്ടിലെമ്പാടും 10 വർഷമായി ഇതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങൾ നടന്നു. ഇതേ ആവശ്യം ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഉയർന്നു. 1961 വലിയൊരു പ്രക്ഷോഭത്തിന് തമിഴ്നാട്ടിലെ ദ്രാവിഡർ തീരുമാനിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് നെഹ്റു ജൂൺ മാസം 27 എഴുതിയ കത്തിൽ സംവരണം വിഷയമാക്കിയത്. നെഹ്റു മുഖ്യമന്ത്രിമാർക്ക് അയച്ച 411 കത്തുകളും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ 5ാം വാല്യത്തിലെ പേജ് നമ്പർ 457. അതിൽ 25, 26 ഖണ്ഡികകളിൽ നെഹ്റു പറഞ്ഞ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത്. നെഹ്റു എഴുതിയത് വായിക്കാം. പിന്നാക്കം നിൽക്കുന്നവരെ സഹായിക്കാനുള്ള ഒരേയൊരു മാർഗം നല്ല വിദ്യാഭ്യാസം നൽകുക മാത്രമാണ്. സാങ്കേതിക വിദ്യാഭ്യാസം ഉൾപ്പെടെ നൽകുന്നത് പരമപ്രധാനമാണ്. മറ്റുള്ളതൊന്നും അവശത അനുഭവിക്കുന്നവർക്ക് ആരോഗ്യമോ കരുത്തോ നൽകുന്നവയല്ല. നമ്മൾ 2 കാര്യങ്ങൾ സമീപകാലത്ത് ചെയ്തു. അതിലൊന്ന് സാർവത്രികവും സൗജന്യവുമായ പ്രാഥമിക വിദ്യാഭ്യാസം. അതാണ് അടിസ്ഥാനം. രണ്ടാമത്തേത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഏതു തലം വരെയും സ്കോളർഷിപ്പ് നൽകുകയാണ്. വെറുതെ അക്ഷരാഭ്യാസം നൽകുകയല്ല നമ്മുടെ ലക്ഷ്യം. സാങ്കേതികവും ശാസ്ത്രീയവുമായ പരിശീലനം നൽകുകയാണ്. മിടുക്കരായ കുട്ടികൾ എന്ന വാചകത്തിന് ഞാൻ അടിവരയിടുകയാണ്. അവരാണ് ഇന്ത്യയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കേണ്ടത്. എന്നാൽ മതവും ജാതിയും തിരിച്ചുള്ള സംവരണത്തിലേക്ക് പോയാൽ പ്രതിഭകൾ പിന്തള്ളപ്പെടും, രാജ്യവും. രാജ്യത്തെ ഓരോ പ്രമോഷനും ജാതിയും മതവും നോക്കിയാണ് നടക്കുന്നത് എന്നത് എന്നെ അമ്പരപ്പിക്കുന്നു. ഈ പോക്ക് മണ്ടത്തരമാണെന്ന് മാത്രമല്ല അപകടത്തിലേക്കുമാണ്. പിന്നാക്കം നിൽക്കുന്നവരെ എന്തു വില കൊടുത്തും സംരക്ഷിക്കണം. എന്നാൽ അത് ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വീതം വയ്പിലൂടെ ആകരുത് എന്നും ആ കത്തിൽ നെഹ്റു കുറിച്ചു. മുഴുവൻ സീറ്റുകളും ജാതി അടിസ്ഥാനമാക്കി വിഭജിക്കാനുള്ള നീക്കത്തിന് നെഹ്റു എതിരായിരുന്നു. തമിഴ്നാട് വീണ്ടും ആ ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ച പശ്ചാത്തലത്തിലായിരുന്നു നെഹ്റുവിന്റെ കത്ത്. എന്നാൽ പിന്നാക്ക സംവരണത്തെ 100% പിന്തുണയ്ക്കുന്ന നെഹ്റുവിനെയാണ് പാർലമെന്റിലെ പ്രസംഗങ്ങളിലും എഴുതിയ പുസ്തകങ്ങളിലും കാണുന്നത്. സംവരണത്തെക്കുറിച്ച് വ്യക്തമായി ഒന്നും പറയാത്ത ഭരണഘടനയുമായി ഭരണം തുടങ്ങിയ ശേഷം 1ാമത്തെ ഭേദഗതി തന്നെ സംവരണത്തിന് വഴിയൊരുക്കാൻ കൂടിയായിരുന്നു. വിവേചനം ഇല്ലാതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന ഭരണഘടനാ അവകാശം
സംവരണത്തിനെതിരാകുന്നത് തടയാനായിരുന്നു ആ ഭേദഗതി. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സാമുദായിക സംവരണം ഏർപ്പെടുത്താൻ വഴിയൊരുക്കിയ ആ ബില്ലിന് പിന്നിൽ നെഹ്റു ആയിരുന്നു. സാമ്പത്തിക സംവരണത്തിനുള്ള വാദങ്ങൾക്കിടെ സാമുദായിക സംവരണം കൊണ്ട് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ എന്ന് പാർലമെന്റിലെ പ്രസംഗത്തിലും നെഹ്റു പറഞ്ഞു. പിന്നാക്കക്കാർക്ക് സംവരണം നൽകുന്നതിനോട് നെഹ്റുവിന് പൂർണ്ണ യോജിപ്പായിരുന്നു. അതേസമയം ജാതിയും മതവും ജനസംഖ്യാനുപാതികമായി തിരിച്ച് സീറ്റുകൾ വീതം വയ്ക്കുന്നതിനെ നെഹ്റു എതിർക്കുകയും ചെയ്തു. നെഹ്റു സംവരണത്തിനെതിരായിരുന്നു എന്ന് ഒരു കത്തിലെ 2 ഖണ്ഡിക മാത്രം വായിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് ചരിത്രപരമായ മണ്ടത്തരം. അല്ലെങ്കിലും 70 വർഷം മുൻപ് നെഹ്റു പറഞ്ഞതും ചെയ്തതും ആകരുത് ഇന്നത്തെ ഇന്ത്യയുടെ നയം നിശ്ചയിക്കേണ്ടത്. അത് ഇന്നത്തെ നേതാക്കൾ എന്ത് പറയുന്നു എന്ന് നോക്കി വേണം. പ്രതിപക്ഷ നേതാവ് ജവഹർലാൽ നെഹ്റു അല്ല, ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയും രാജ്യസഭയിൽ മല്ലികാർജുൻ ഖാർഗെയുമാണ്. അവർ പറയുന്ന നയങ്ങളും അതിന് പ്രധാനമന്ത്രി നൽകുന്ന മറുപടികളുമാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ എത്തും.